12 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളുകൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കാർഡിയോളജി റിസർച്ച് ചെയ്ത നമ്മുടെ ഇന്ത്യക്കാരല്ല, വെസ്റ്റേൺ ആളുകളാണ്. The research is done by Western people, not Indian people. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ യോഗയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നിരിക്കുന്നത്. പക്ഷെ എന്തോ ഹിന്ദുമതത്തിലാണ്, ഹിന്ദുസിന്റെയാണ് യോഗ. അതിന്ന് ക്രമേണ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അതൊന്നും വാല്യൂ ചെയ്തിട്ടില്ല. എത്ര പേര് സൂര്യ നമസ്കാരം ചെയ്യുന്നവരുണ്ട്? ഒന്ന് കൈ വെക്കൂ. ആകെ 5-6 പേര്. ഇത് കുട്ടികളെ പഠിപ്പിക്കണോ വേണ്ടേ? പറയൂലേ? ഇത് കുട്ടികളെ പഠിപ്പിക്കണം, പറയുമോ? ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വളരെ നിർബന്ധമായിട്ട് ഈ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അന്ന് RSSന്റെ ശാഖ എന്ന് പറയുന്നത് ഗുരുതരായ RSSന്റെ, അത് RSSകാരനാവാനല്ല, ആ ശാഖയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഈ സൂര്യ നമസ്കാരവും അതുപോലെ യോഗയൊക്കെ. പിന്നീട് നമ്മളത് കൈകാര്യം ചെയ്യാതെ പിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല അസുഖങ്ങൾക്കും വളരെ ഇഫക്റ്റീവാണ് യോഗ. പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ കുട്ടികളത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇവിടുത്തെ കുട്ടികൾ ഇത്തിരി അലർജിക് ഇതുള്ളവരാണ്, പെട്ടെന്ന് സെൻസിറ്റീവാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ലവണ്ണം പഠിപ്പിക്കണം. കാരണം ഇവിടെ പെട്ടെന്ന് ആസ്മ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആണോ അല്ലേ? ഈ രാജ്യത്തിൽ അതിനുള്ള സാധ്യത ഉണ്ട്. കാരണം പോളൻ, അതുപോലെ ഡസ്റ്റ് അലർജി, ഇതൊക്കെ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇതോ നമ്മൾ കാണുന്നില്ലെങ്കിൽ. അതുകൊണ്ട് കുട്ടികൾ യോഗ പഠിപ്പിക്കണം, ചില എക്സസൈസുകൾ പഠിപ്പിക്കണം. രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഗെയിംസ് പഠിക്കണം. രണ്ടാമത്തെ ഘട്ടമാണ് ഭജൻസ് കുട്ടികളെ പഠിപ്പിക്കണം. ചെറിയ കൊച്ചു ഭജൻസ് കുട്ടികൾക്കായിട്ട് ചിട്ടപ്പെടുത്തണം. ചിന്മയ മിഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭജൻസ് ചിന്മയ മിഷൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. അത് ഇംഗ്ലീഷ് ഭജൻസ് ഉണ്ട്, മലയാളം ഭജൻസ് ഉണ്ട്, വേഗം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആണ് സ്റ്റോറി ടെല്ലിംഗ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊക്കെ അത് പരിശീലിക്കണം. നിങ്ങളിൽ ആർക്കതിന് കഴിവുണ്ടോ, യു ആർ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. കാരണം ലോകത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു എന്നാണ്. കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളൊരു കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ ആക്ടിങ്ങോടുകൂടി പറയുമ്പോഴാണ്. മനസ്സിലാവുണ്ടോ? ഈ സ്റ്റോറികളെ നമ്മൾ ആക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് വേഗം ഇൻട്രസ്റ്റിംഗ് ആയി തരും. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ കുട്ടികൾ വളരെ അഡിക്റ്റഡ് ആയി കമ്പ്യൂട്ടറിലും അതുപോലുള്ള സാധനത്തിലൊക്കെ. ആ കമ്പ്യൂട്ടറിനോടും മറ്റൊക്കെ അഡിക്ഷൻ, അതുപോലെ വീഡിയോ ഗെയിംസ് ആയാലും കാർട്ടൂൺ നെറ്റ്വർക്ക്, എന്തൊക്കെ അഡിക്ഷൻ വരുന്നത് നോക്കും. അതിലെന്ത് മെസ്സേജ് ഉണ്ട് ആ കാർട്ടൂണിൽ കിട്ടാൻ? കുറെ ടൈം പാസ് അല്ലാതെ, കുറെ ഫുളിഷ്നെസ് അല്ലാതെ, അല്ലേ? ആണല്ലേ? ഒരുത്തന്റെ വാലിൽ തൂങ്ങണു, അപ്പുറത്തേ ആടുന്നു, ഇപ്പുറത്തേ ആടുന്നു, കുറെ ഫുളിഷ് സ്റ്റോറി എന്നല്ലാതെ എന്ത് മെസ്സേജ് ഉണ്ട്, എന്ത് മോറലുണ്ട്? പിന്നെ നമുക്ക് എത്ര സ്റ്റോറികളുണ്ട്, രാമായണമുണ്ട്, മഹാഭാരതം. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഥകളുള്ള ഒരു സംസ്കൃതിയാണ് ഹിന്ദു മതം. ഇത്ര ഒരു കഥകളുള്ള ഒരു സംസ്കൃതി ലോകത്തിലില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളാണ് വി ആർ ലാക്കിംഗ് സോ മെനി തിങ്സ്. മനസ്സിലായില്ലേ? നമ്മുടെ ആ ഔട്ട്പുട്ടിനെ കൊണ്ടുവരണം, നമ്മുടെ ആ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കണം. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. പല പാരൻസിനും അതറിയില്ല. സത്യത്തിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ കുട്ടികളായി നല്ലാതെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പലർക്കും അത് അറിയുന്നില്ല എങ്ങനെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് അവർ വളരെ റഫും ടഫും ആവുന്നത്. അപ്പം അതിനാണ് ഇത്തരത്തിലുള്ള കിഡ്സ് ഫോറം നമുക്ക് വേണ്ടത്. വളരെ കഥകളൊക്കെ പറയാൻ പരിശീലിക്കുമല്ലോ. ഹ്യൂമറസ് ആയിട്ട് കുട്ടികളെ കഥ കേൾപ്പിക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിനെന്തെങ്കിലും മെസ്സേജ് പറഞ്ഞു കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ്, കുട്ടികൾക്ക് അവരെ കൊണ്ട് കഥകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അവര് തന്നെ ചെറിയ സ്കിറ്റാക്കി അവരോട് പറയാം എങ്ങനെയാണ് ആക്ട് ചെയ്യുക. അപ്പൊ അവർ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതായിരിക്കും കുട്ടികളുടെ ഇടയിലുള്ള പ്രോഗ്രാം. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് നമുക്ക് പറയാം ഭഗവത്ഗീത പഠിപ്പിക്കുക കുട്ടികളെ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച മെഡിറ്റേഷൻ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു വരുമ്പം അവർക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഹിന്ദുയിസം എന്നുള്ളത്.
അപ്പൊ അത് ഇൻഡിവിജ്വലി പഠിപ്പിക്കാൻ വളരെ പ്രയാസകരമായതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികന്മാര് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില, പ്രത്യേകിച്ച് ചിന്മയ മിഷൻ, അതുപോലെ തന്നെ സത്യസായി ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈ ബാലവികാസ്, ബാലവിഹാർ, അതുപോലെ ബാലഗോകുലം. പൂർവികന്മാർ അത് ഡെവലപ്പ് ചെയ്തത്. ഏതായാലും ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫോറം, ഒരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ക്രിസ്ത്യൻ കുട്ടികൾക്ക് അങ്ങനെ ഒരു സൺഡേ ക്ലാസ്സുകളുണ്ട്, അതുപോലെ ഇസ്ലാമിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് മാത്രമാണ് ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഉണ്ടല്ലോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരാണ്. നമ്മളാണ് അതിൽ കാരണം നമ്മുടെ റിലീജിയനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ അവർക്കൊന്നും പറയാൻ അറിയില്ല. They become so mum in the class. They don't know anything about the religion. Why your Shiva is like this എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, why your Vishnu is like this, why your നോക്കൂ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ എപ്പോഴും they insult our religion. അവർ പറയും ഇന്ത്യൻ gods are devils because they carry the weapon. They want to kill others. അതിന്റെ പിന്നിലുള്ള ഫിലോസഫി അവർക്കറിയില്ല, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. നമ്മുടെ ചിത്രങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ശിവന്റെ കയ്യിൽ ശൂലമുണ്ട്, വിഷ്ണുവിന്റെ കയ്യിൽ ചക്രമുണ്ട്, ഭദ്രകാളിയുടെ കയ്യിൽ വാളുണ്ട്, ആളുടെ തലയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇവരൊക്കെ ആരാ? പിന്നെ ഒന്നും ഒരു എന്താ പറയാ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലവ് മേക്കിംഗ് ഗോഡ്സ് അല്ല. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ദൈവങ്ങൾ വളരെ വയലന്റ് ദൈവങ്ങളാണ്, സൈലന്റ് ദൈവങ്ങളോ ഒന്നുമല്ല. അപ്പൊ പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഉത്തരവില്ല. ഇതിനെല്ലാം അവർ ഉത്തരം പറയണോ വേണ്ടയോ? പറയൂല. അതിനാവട്ടെ ഈ കിഡ്സ് ഫോറം അത് ഉദ്ഘാടനം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഉദ്ഘാടനത്തിൽ നിൽക്കരുത്, അത് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ആണ്. കുട്ടികളെല്ലാവരും കൊണ്ടുവരണം. നിങ്ങളിൽ ചിലർ കഥ പറയാൻ പഠിക്കണം. ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് അങ്ങനെയാണ്. ചിന്മയ മിഷനിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും അറിയില്ല, സത്യത്തിൽ അറിയില്ല. അപ്പൊ എന്നോടൊരു സ്വാമിജി പറഞ്ഞു, യു ഷുഡ് ഗോ ടു ദ സ്കൂൾ. ചിന്മയ മിഷൻ ഇഷ്ടമാകുന്ന സ്കൂളുണ്ട്. എന്നോട് പറഞ്ഞു, യു ഗോ ആൻഡ് ജോയിൻ ദെയർ. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ മീ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ചിൽഡ്രൻ. നോ നോ, യു ജസ്റ്റ് ട്രൈ. അവിടെ പോയാൽ മതി, ബാക്കിയെല്ലാം നടന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഈ കുട്ടികളോട് എന്താ പറയാ, പിന്നെ എനിക്ക് മനസ്സിലായി ഏത് ടീച്ചറെയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏത് ടീച്ചറാണോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്ത് പറയുന്നത്, ആ ടീച്ചറെയാണ് കുട്ടികൾക്ക് ഇഷ്ടം. ബാക്കി വെറും സബ്ജക്ട് ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്ന ടീച്ചേഴ്സിന് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ ലൈഫിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് റീതിങ്, ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കൂ. ഏത് ടീച്ചറെ ആയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം അവതരിപ്പിച്ച ടീച്ചേഴ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? നിങ്ങൾ ഇപ്പോഴും അവരെ റിമെമ്പർ ചെയ്യില്ല, നിങ്ങളുടെ മെമ്മറിയിൽ അവർ കിടക്കുന്നുണ്ടാവും. ഉണ്ടോ? ഈ ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. സംഗതി ഇതാണ് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. പിറ്റേ ദിവസം ഞാനിങ്ങനെ പരിശീലിച്ചെടുത്ത് ചെറിയ കുട്ടികളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് വിത്തിൻ 1 year I could see that the whole children are behind me. നിങ്ങൾ ഞാൻ ചിന്മയ മിഷൻ പല്ലാവൂർ, പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ സ്കൂളിലായിരുന്നു ക്ലാസ് എടുക്കാൻ ഞാൻ പോയിരുന്നു. അപ്പൊ 3 ദിവസം സ്കൂൾ ക്ലാസ് എടുക്കാൻ പോകും. ഞാൻ ആ വരാന്തയുടെ അടുത്തു കൂടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ബഹളം വെക്കും. ക്ലാസ്സിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓ സ്വാമിജി വന്നു പിള്ളേർ ഭയങ്കര ബഹളം വെക്കും. ഏതെങ്കിലും ഒരു അവർക്ക് ഫ്രീ ആണെങ്കിൽ അവർ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് എന്നിട്ട് പറയും, സ്വാമിജി ഉണ്ട് അവിടെ, സ്വാമിജി പറഞ്ഞേക്കണം ക്ലാസ്സിലേക്ക്. കാരണം നമ്മൾ ആ കുട്ടികളോട് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് നിങ്ങളും പഠിച്ച് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കുട്ടികളെ, ഇവിടെയാണെങ്കിൽ നല്ല നല്ല ചെറിയ കുട്ടികളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അഡോൾസൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിൽഡ്രൻ വിൽ ബിക്കം വെരി റിബല്യസ്. പിന്നെ അവർ പറഞ്ഞനുസരിക്കില്ല. പിന്നെ അവർ പറയും യു മൈൻഡ് യുവർ ബിസിനസ്. പിന്നെ അവരുടെ തലയിലേക്ക് ഒന്നും അടിച്ചു കയറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നേക്ക് ഒരു കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു 7th 8th എത്തിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു മാനേജ്. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ വേണം ഇതൊക്കെ കൊടുക്കാൻ. അതുകൊണ്ട് ഇപ്പൊ നല്ല സമയമാണ്. ഇവിടെ ഇങ്ങനെ പാകമായിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ഈ സമയത്ത് വേണം അവർക്ക് കൊടുക്കാൻ. മനസ്സിലാവുന്നില്ല? ക്യാച്ച് ദം വെൻ ദേ ആർ വെരി യങ്. വെരി ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെ പിടിക്കണം. 10 ഈ ചൈൽഡ് ഫോറം അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിച്ചോടെ ഒന്നും ചെയ്യില്ല, അതൊക്കെ അയാളുടെ ക്യൂരിയോസിറ്റിയിലാണ് ചെയ്യുന്നതൊക്കെ. ഇനി അടുത്ത പരിപാടി എന്താണ് എൻ്റെത്? ഞാൻ തുടരുകയാണോ? ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പോയിന്റ്. നമുക്ക് ഒരു പ്രയറോട് കൂടി തുടങ്ങാം അല്ലേ? എല്ലാവരും നിവർന്നിരിക്കും. എല്ലാവർക്കും സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ടോ? എവിടെയുണ്ട്? ഭാര്യയുടെ അടുത്തോ? ഞാൻ ചോദിച്ച സ്പൈനൽ കോഡിന്റെ കാര്യമാണ്. സാധാരണ വീട്ടിൽ ചോദിക്കാറുണ്ട്, മനുഷ്യ നിനക്കൊക്കെ നട്ടലുണ്ടോ എന്ന്. കൊണ്ടുപോകുന്നുണ്ടോ? കല്യാണത്തിന് ശേഷം പലരും മനസ്സിലാക്കുക ഈ സാധനം ഇല്ല, സ്പൈനൽ കോഡ് ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. കാരണം അതിനു മുമ്പ് ആരും ചോദിക്കാറ് ഈ ചോദ്യം ഉണ്ടോ? കല്യാണത്തിന് ശേഷമാണ് ഭാര്യ ചോദിക്കുക നിങ്ങൾക്കൊക്കെ എന്താ പറയുക നട്ടലുണ്ടോ എന്നുള്ള ചോദ്യം ഭാര്യ ചോദിക്കും. ഈ മക്കള് കുട്ടികളെ കുറിച്ച് എന്താ പറയുക? അമ്മമാരെ കുറിച്ച് കുട്ടികൾ എന്താ പറയാന്നറിയോ? ഒരു കുട്ടി കേരളത്തിൽ തമിഴ്നാട്ടില് ജോയിൻ ചെയ്തു എഞ്ചിനീയറിംഗിന്. അപ്പൊ അവിടെ ഈ അപ്ലിക്കേഷൻ ഫോമിൽ എഴുതണം, മദർ എഴുതണം. ഇവൻ എഴുതി വെച്ചു 4.5 ഇഞ്ചസ് എന്ന്. അമ്മയാണെങ്കിൽ നോൺ സ്റ്റോപ്പ്, അച്ഛനാണെങ്കിൽ നട്ടല്ലൂല്ല. പോരെ, വീട്ടിലെ കാര്യം എന്ത് വേണം? അതുകൊണ്ട് നട്ടല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ടോ? എവിടെയുണ്ട്? പറഞ്ഞിരിക്കുക. എല്ലാവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഇരുത്തത്തിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്. കാല് രണ്ട് നിലത്ത് വെച്ച് ഒരു കാലിന്റെ മുകളിൽ വേറെ കാല് വെക്കാതെ. ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു അവിടുത്തെ സത്സംഗത്തിൽ? ഞാനത് പറഞ്ഞു കൊടുത്തു എന്റെ രഹസ്യം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ആ എനർജി സർക്കിൾ ചെയ്യാൻ ഈ ഒരു ഇരിപ്പ് നല്ലത് ആവശ്യമാണ്. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് കാൽമുട്ടിൽ വെച്ച് keep your thumb index together, keep it on your knee, sit straight. നിവർന്നിരിക്കുക. Close your eyes. വളരെ slowly and deeply inhale. ഒരുമിച്ച് നമുക്ക് ഓംകാരമന്ത്രം ചൊല്ലാം. നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഓ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ല. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ
നമഃ. ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കണ്ണു നമുക്കെല്ലാവരും കടത്തു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് KHSM എന്നൊരു ഓർഗനൈസേഷൻ വീണ്ടും മെൽബണിൽ ഇത്രയും ഒരു പ്രോഗ്രാം ഇവിടെ വീണ്ടും നടത്താനും എന്നെ ഇൻവൈറ്റ് ചെയ്യാനും എൻ്റെ ഹമ്മിങ് ഒന്നും ഒഴിവാക്കത്തില്ല, ഈ സൗണ്ട് ഒന്ന് ശരിയാക്കും, വീണ്ടും എന്നെ ഇൻവൈറ്റ് ചെയ്യാനും ഇവിടെ വരാനും സാധിച്ചു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. ഏതായാലും ഈ ഓർഗനൈസേഷന് വലിയൊരു അഭിനന്ദനം എല്ലാവരും. നമ്മൾ കുട്ടിക്കാലം മുതലേ ഹിന്ദു സമൂഹത്തിൽ ക്ഷേത്രത്തിൽ പോയി വളർന്നു വന്നവരാണ്. എന്ന് വെച്ചാൽ അച്ഛനും അമ്മമാരും നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളികളെ പോലെയോ ക്രിസ്ത്യൻ ചർച്ചുകളെ പോലെയോ നമുക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരു പ്രധാന ദൈവം ശ്രീകോവിലിനകത്ത്, പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുറെ ഉപദേവതമാര്, ഗണപതി, സുബ്രഹ്മണ്യൻ, ദേവിമാര്, അല്ലേ? ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് കുട്ടിക്കാലം മുതലേ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഹിന്ദു മതത്തിൽ ഒന്നിലധികം ദൈവങ്ങളുണ്ട്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഒരു ദൈവം പ്രധാന ദൈവവും ബാക്കി ദൈവങ്ങള് ഉപദൈവം. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ നമ്മൾ വളർന്നു വരുമ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഓരോ ദൈവങ്ങളുടെയും സ്വഭാവങ്ങളൊക്കെ വ്യത്യാസമാണ്. ശിവന്റെ പൂജകളും ശിവന്റെ എന്താ പറയാ പ്രസാദവും വ്യത്യാസമുണ്ട്. കൃഷ്ണന്റെ പൂജകളും കൃഷ്ണന്റെ പ്രസാദവും വ്യത്യാസമുണ്ട്. ഉണ്ടോ? ദേവിയുടെ പൂജകളും ദേവിയുടെ പ്രസാദവും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓരോ കാര്യങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ പാൽപ്പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക കൃഷ്ണനാണ്. കടുമധുര പായസം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക ഭഗവതിയാണ്, ദേവിയാണ്. ഒറ്റയപ്പം എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്. പിന്നെ എന്താ പറയാ ബില്ലുപത്രം എന്ന് പറയുമ്പോൾ ശിവനാണ്. ഇങ്ങനെ ഓരോന്ന് ദൈവങ്ങൾക്ക് പ്രത്യേകം പട്ട് ആരാ? ദേവിയാണ്. ആണോ അല്ലേ? ഒരു സ്ഥലത്തില് വിഗ്രഹം എന്ന് വേണ്ട, ഒരു വാൾ ഇങ്ങനെ ചാരി വെച്ചാൽ തന്നെ മനസ്സിലേക്ക് കടന്നു വരാ ദേവിയാണ്. ഒരു ശൂലാണ് വെച്ചിരിക്കുന്നെങ്കിൽ ശിവനാണ്. ആണോ? ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ചിത്രങ്ങൾ കടന്നു. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചുകൂടി വളർന്നു വന്നപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഒക്കെ ഓരോ ദൈവങ്ങൾക്ക് സ്പെഷ്യൽ പവർ ഉണ്ട്. തിങ്കളാഴ്ചയില് ശിവന് പവറുണ്ട്, ചൊവ്വാഴ്ചയില് ദേവിക്ക് പവറുണ്ട്, ബുധനാഴ്ചയില് നമുക്കറിയില്ല പോട്ടെ കുട്ടിക്ക്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിനുണ്ട്, വെള്ളിയാഴ്ച ദേവിക്കുണ്ട്, ശനിയാഴ്ച അയ്യപ്പനോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ട് സംഗതി. ഏതായാലും ഞായറാഴ്ച ആർക്കുമില്ല, കാരണം അന്ന് കടന്നുറങ്ങേണ്ട ദിവസമാണ്. അവർക്കും ചിലപ്പോൾ വീക്കെൻഡ് ആയിരിക്കാം, നമുക്കും വീക്കെൻഡ് ആയിരിക്കാം. അന്ന് വാഷ് ചെയ്യാനുണ്ട്, അവർക്കുണ്ടായിരിക്കും ഒരുപാട് പണികളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്നു വന്ന് പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ സമ്പ്രദായം, തമിഴ്നാട്ടിലെ സമ്പ്രദായം, ഉത്തരേന്ത്യയിലെ സമ്പ്രദായം എല്ലാം വ്യത്യാസം. കേരളത്തിലെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, തൊട്ട അശുദ്ധം, മുഴുവൻ അശുദ്ധം. കേരളം എന്ന് പറഞ്ഞാൽ മുഴുവൻ അശുദ്ധത്തിലായിരിക്കുന്നത്. ഇനി നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുകളിൽ പാലോ മോരോ തൈരോ മൂത്രം ഒഴിച്ചാൽ പോലും പ്രശ്നമില്ല. ദൈവങ്ങൾ വളരെ കോപ്പറേറ്റീവാണ്. അവരെ തൊടുകയും പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും എന്ത് വേണം ചെയ്യും. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ പ്രശ്നം. അവരെ തൊടാൻ പോയിട്ട് അവർ പൂജിക്കുന്നവരെ പോലും തൊടാൻ പാടില്ല, അത്ര സ്ട്രിക്റ്റാണ്. അപ്പൊ നമുക്ക് സംശയം ഇതെന്താ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ പരിഹസിക്കാൻ ധാരാളം വകയുള്ളൊരു മതമാണ് ഹിന്ദുമതം. കാരണം ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ ഈ കമ്പാരിസണ് നമുക്ക് ഉത്തരവില്ല. ദൈവത്തെ തൊടാൻ പാടോ തൊടാൻ പാടില്ലേ, ഏത് ശരി. അതുപോലെ തന്നെ തിങ്കളാഴ്ച ശിവന് ശക്തി കൂടുമോ, ചൊവ്വാഴ്ച ദേവിക്ക് ശക്തി കൂടുമോ? എമംഗ് ഈ ദേവന്മാരിൽ ആരാണ് മോസ്റ്റ് പവർഫുൾ ദൈവം? പറയൂ. എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. പറയൂ, ഞങ്ങളെന്താ ഒന്നും പറയാത്തത്? നമ്മുടെ റിലീജിയന്റെ ഉള്ളിലേക്ക് പോകുന്തോറും പല ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ ഇല്ല. ഇതായിരിക്കാം മറ്റു മതങ്ങൾ നമ്മളെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തത്. കാരണം ക്രിസ്തു മതത്തെ സംബന്ധിച്ച്, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് അവർക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. തിങ്കളാഴ്ചയും അള്ളാഹുവാണ്, ചൊവ്വാഴ്ചയും അള്ളാഹുവാണ്, ബുധനാഴ്ചയും അള്ളാഹുവാണ്, വ്യാഴാഴ്ചയും അദ്ദേഹമാണ്, വെള്ളിയാഴ്ചയും അദ്ദേഹമാണ്. ഒരു സംശയമില്ല. ആ ദൈവത്തിനാണെങ്കിൽ രൂപവും ഇല്ല, അതുകൊണ്ട് പിന്നെ കൺഫ്യൂഷനും ഇല്ല. എന്തെങ്കിലും രൂപം ഉണ്ടെങ്കിലല്ലേ കൺഫ്യൂഷൻ ഉള്ളൂ, അതുമില്ല. സോ അവരുടെ കാര്യത്തിൽ ദേ ആർ മോസ്റ്റ് ലക്കി. കാരണം അവർക്ക് രൂപമില്ലാത്തൊരു ദൈവമാണ് ഒരു ദൈവം. ക്രിസ്ത്യാനികൾക്കും വലിയ പ്രശ്നമില്ല, കാരണം ഒരു ദൈവമുള്ള രൂപം ഉണ്ടെങ്കിലും അയാൾ അവിടെ എണ്ണീറ്റ് പോകുന്ന പ്രശ്നമില്ല. ഒറ്റ പോസ്റ്റർ ഇവർക്ക്. നമ്മളെ പോലെ ഒരാൾ നടക്കണോ, ഒരാൾ ഇരിക്കണോ, ഒരാൾ ചൂലെടുക്കണോ, ഒരാൾ കുത്തുന്നു, ഒരാൾ ഇടിക്കുന്നു, ഒരാൾ തല പിടിക്കണോ, നാക്കൊക്കെ വെട്ടി. ഈ കോംപ്ലിക്കേഷൻ ഒന്നും അവർക്കില്ല. ഇപ്പോഴാണ് കേരളത്തിലാണ് ഈ ജീസസിന് പല രൂപങ്ങളൊക്കെ വെച്ചത്. ഉണ്ണി യേശു,
അഡോൾസന്റ് യേശു, ക്രോസിലുള്ള യേശുവിനെ അവർ പതുക്കെ പതുക്കെ വിടുകയാണ്. കാരണം ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്നത് ഈ ക്രോസിലുള്ള യേശു വളരെ നെഗറ്റീവാണ്. കാരണം ഒരാൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി സാധിക്കാൻ വേണ്ടി ചർച്ചിൽ പോകുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നാൽ മനസ്സിലായില്ലേ? അതൊരു നെഗറ്റീവ് എനർജി. കാരണം അദ്ദേഹത്തിനെ പറയണ എന്റെ കാര്യമേ ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ നടക്കുക. എന്നോട് ഒരുപാട് ക്രിസ്ത്യൻസ് പറഞ്ഞിട്ട്, സ്വാമി നിങ്ങളുടെ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഒരു ഉഷാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിൽ പോകുമ്പോൾ ഒരു എനർജി കിട്ടുന്നില്ല. കാരണം ചർച്ച് ക്രോസിനെ നോക്കുമ്പോണ്ടല്ലോ, ആ ക്രോസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു മൂഡിലാണ് ആളിരിക്കുന്നത്. നേരെ മറിച്ച് കൃഷ്ണന്റെ ഒക്കെ മുഖത്തേക്ക് നോക്കുമ്പോഴോ കീപ്പ് ഓൺ സ്മൈലിംഗ്. അതല്ലേ വളരെ അതുകൊണ്ടായിരിക്കും നമ്മുടെ ആ വിഗ്രഹങ്ങൾ അവർ വളരെ ഇഷ്ടപ്പെടും. ഏതായാലും ഇതൊരു കോംപ്ലിക്കേഷനാണ്, ഇതൊരു കൺഫ്യൂഷനാണ്, ഇതൊരു എന്താ പറയാ നമ്മളെ സംബന്ധിച്ചൊരു ഉത്തരവില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഒരു അൺലോക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഹിന്ദു മതത്തിന്റെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പഠിക്കണോ വേണ്ടയോ? പറയൂ. പലപ്പോഴും ഉണ്ടല്ലോ ഹിന്ദുക്കളുടെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ, നമ്മുടെ ഹിന്ദു മതത്തിനെ ബാധിച്ച രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന് അപഹർഷതാബോധം എന്ന് പറയും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്കൊക്കെ ഉണ്ട്. രണ്ടാമത്തത് നമുക്ക് 3 പ്രശ്നങ്ങളുണ്ട്. ഇഗ്നോറൻസ്, അറിവില്ലേ. മൂന്നാമത്തത് കോൺഫിഡൻസ് ഇല്ലേ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസം ഈ വാട്സാപ്പിലാണല്ലോ ഇത്തരം മെസ്സേജുകൾ വരുന്നത്. വാട്സാപ്പുകളാണ് ഇപ്പം വളരെയധികം വൈറൽ ഡിസീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് കൊടുത്തു. അതായത് ഒരു ഭക്തൻ അമൃതാനന്ദമയി അമ്മയുടെ ദേവിയുടെ കാല് കഴുകുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. വേറൊരു ചിത്രം എന്താന്ന് വെച്ചാൽ മാർപ്പാപ്പ ഒരു ആളുടെ കാല് കഴുകുന്നു. ഇതിൽ ഏതാണ് ശരി? വലിയ ഒരു പൊസിഷനിലിരിക്കുന്ന മാർപ്പാപ്പ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ലോ ലെവലിൽ ഇരിക്കുന്ന ഒരാളുടെ കാല് കഴുകുന്ന ചിത്രവും ഒരാള് അമ്മയുടെ മാതാമൃതാനന്ദമയി അമ്മയുടെ ദേവിയുടെ കാല് കഴുകുന്ന ചിത്രവും രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഹ്യൂമാനിറ്റി ഉള്ളത്, ഏതിലാണ് ഹ്യൂമൻ ഫീലിംഗ് ഉള്ളത് എന്ന ചോദ്യത്തിന് സാധാരണ എന്തായിരിക്കും ഉത്തരം? പറയൂ. മാർപ്പാപ്പ കാല് കഴുകും. എന്തുകൊണ്ടാണ് അതിന് ഹ്യൂമൻ ഉള്ളത്? ഒരു വലിയൊരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യന്റെ കാല് കഴുകും. മറ്റേത് ഒരു ആൾദൈവമാക്കി മാറ്റിയല്ലേ? ഈ ഒരു ചോദ്യം നമ്മുടെ ഹിന്ദുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും ക്രിസ്ത്യൻ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാം. പറയൂ. ആർ യു ഫോളോയിങ് മീ? നമ്മളും ക്രിസ്ത്യൻ സമൂഹം അവരെയല്ലേ സപ്പോർട്ട് ചെയ്യാം? ആണോ അല്ലയോ? അപ്പൊ ഈ നമ്മുടെ കുട്ടികളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കാൻ, then why should you follow your religion? If you are seeing something divinity in our religion, why can't you follow this? Confusion ആയോ? സ്വന്തം റിലീജിയനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവുകളില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ ധാരാളം വൈറലായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ശിവരാത്രിയുടെ അന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഇതാ: കണ്ടമാനം പാല് കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ ഒഴിക്കുക. ആ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ പിച്ച തണ്ടുന്ന പാത്രം പിടിച്ചിരിക്കുന്ന കുറെ ഒട്ടിയ വയറുമായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും. മഹാരാഷ്ട്രയിലെ ഏതൊരു അമ്പലത്തിലാണ് ഇത് നടക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഒരു ക്ഷേത്രത്തിലാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ലിറ്റർ പാല് വന്ന് അത് ശിവലിംഗത്തിൽ ഒഴിച്ച് അത് ഓടയിലേക്ക് പോകുന്നു. നിങ്ങളൊരു പക്ഷേ ഓ മൈ ഗോഡ് ഫിലിം കണ്ടിട്ടുണ്ടാവും. ഓ മൈ ഗോഡ് കണ്ടു? ഒന്നും കാണൂല. എത്ര പേര് കണ്ടു? നല്ലതൊന്നും കാണാൻ പാടില്ല. PK എത്ര പേര് കണ്ടു? സത്യമാണോ? അതിന് ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് ഹിന്ദു സംസ്കൃതിയല്ലേ? ആണോ അല്ലേ? അപ്പൊ നോക്കൂ, നമ്മളിൽ ഇത്തരം ദൗർബല്യങ്ങളുണ്ട്. ഇത് കാണുന്ന സമയത്ത് അല്പം ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പാൽ ഒഴുക്കിക്കളഞ്ഞ് ഭക്തിയുടെ പേരിൽ ദൈവത്തിന്റെ പേരിൽ ഒഴുക്കിക്കളഞ്ഞ് ഇത് വേസ്റ്റ് ആക്കുന്നതാണോ ഹ്യൂമാനിറ്റി? അതോ അവിടെ കിടക്കുന്ന പാവം പിച്ച തണ്ടുന്ന സ്ത്രീകൾക്കും ആളുകൾക്കും കൊടുക്കുന്നതാണോ ഹ്യൂമാനിറ്റി എന്നൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് എനിക്ക് ഈ വാട്സാപ്പിൽ മെസ്സേജ് വന്നത്. ഏതായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക? പറയൂ.
അപ്പൊ നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു കൺഫ്യൂഷൻ റിലീജിയൻ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് വൈ ഷുഡ് യു ഫോളോ ദാറ്റ്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതിനൊരു അവയർനെസ് നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വേണോ വേണ്ടേ? എന്നാൽ ലോകത്തിൽ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ ഹിന്ദു റിലീജിയൻ. വളരെയധികം ലോജിക്കുള്ള, വളരെയധികം റാഷണലിസം ഉള്ള, സയൻസ് ഉള്ള ഒരു റിലീജിയൻ ഹിന്ദു റിലീജിയൻ. പക്ഷെ ഈ സയൻസ്, ഈ റാഷണലിസം, ഈ ലോജിക്ക് റിലീജിയനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് നമുക്കൊരു ടെക്സ്റ്റ് വേണം. കാരണം ഏത് കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് വേണം, ഒരു ഗൈഡൻസ് വേണം. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമുക്ക് ആരും ഇത് പഠിപ്പിച്ചു തന്നില്ല. അമ്പലങ്ങളിൽ പോയി തൊഴുതു പോകുന്നു എന്നല്ലാതെ, പല ആചാരങ്ങളെ കാണുന്നു എന്നല്ലാതെ, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മളും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അമ്പലങ്ങളിൽ കൊണ്ടുപോയി കാശൊക്കെ ഇടും ഭണ്ഡാരത്തില്, പക്ഷെ ഒരു പൈസ പോലും അവിടെ പിച്ച തട്ടുന്നവന് കൊടുക്കാതെ നമ്മൾ പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കൾച്ചർ നമുക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ റിലീജിയന്റെയും ഇസ്ലാം റിലീജിയന്റെയും പ്രത്യേകത വെച്ചാൽ ആചാരത്തിന്റെ കൂടെ, അവരുടെ റിച്വൽസിന്റെ കൂടെ അവർ ഈ ബൈബിളോ ഖുറാനോ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾ പുസ്തകം കൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്, ആണോ? നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? അവരെന്താ പറയാ? അതിനെന്താ അവർ പറയാന്ന് നിങ്ങൾക്ക് നാട്ടിലൊരു ഭാഷയുണ്ട്. ഈ ഖുറാനും കൊണ്ട് അവര് മദ്രസയിൽ പോകുമ്പോ എന്താ അതിന് പറയാ? അവര്, നിങ്ങൾ കേൾക്കാതിരിക്കില്ല ആ ഭാഷ. ഓതാൻ പോകുന്നു. ഊതാനല്ല, ഓതാൻ പോകുന്നു, ഓത്തിന് പോകണു. ഇനി ക്രിസ്ത്യൻ കുട്ടികൾ ഒരു ഭാഷ പറഞ്ഞു. സൺഡേ ക്ലാസ് അല്ല, അത് ഇംഗ്ലീഷിൽ അവര് പറഞ്ഞ് ശീലിച്ച വേറെ കാര്യം. വേദ ക്ലാസ്സിൽ പോകുന്നു. അവര് പറയുന്നത് വേദ ആണോ അല്ലയോ? ആ ഭാഷ അതാണ്. വേദ ക്ലാസ്സിൽ പോകുന്നു. മുസ്ലിം കുട്ടികളെ പറയാ ഓത്ത് പള്ളിയിൽ പോകണു, ഓത്തിന് പോകണു. അപ്പൊ അവരുടെ ആ ടെക്സ്റ്റ് പഠിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട്. ഹിന്ദു മതത്തിൽ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആചാരമുണ്ടായി, ഈ ടെക്സ്റ്റുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പോലും നമ്മുടെ കുട്ടികൾക്കാർക്കും അറിയാതെ പോയി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഹിന്ദു മതത്തെ കൂടുതൽ പഠിക്കാൻ ഏറ്റവും എളുപ്പകരമായ ഒരു ടെക്സ്റ്റാണ് ഭഗവത്ഗീത. ഇതാണ് അത് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വെക്കണം. എത്ര പേരുടെ വീട്ടിൽ ഭഗവത്ഗീതയുണ്ട്? നന്നായിട്ട് ദിവസവും ഒരു ശ്ലോകം നമ്മൾ വായിക്കാൻ പറ്റിയ നല്ലതാണ്. നമ്മൾ ഹിന്ദുക്കൾ, എനിക്ക് നിങ്ങളോട് കുറച്ച് പേരോട് പറയാനുള്ളത്, ഈ ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ട് കുറെ വാട്സാപ്പ് മെസ്സേജ് ഉണ്ടാക്കാൻ സാധിച്ചാൽ, ഇതൊരു വൈറലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചാൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹിന്ദു മതത്തെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവർക്ക് ഉണ്ടാവും. ഇന്ന് ലോകം നമ്മളെ വളരെയധികം എന്താ പറയാ, ഒരു തേർഡ് ഗ്രേഡ് സിറ്റിസൺ ആയി കാണുന്നതിന്റെ കാരണം നമ്മുടെ കുറെ ഇത്തരത്തിലുള്ള തെറ്റായ റിച്വൽസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ക്ലാസ്സിൽ പറയേണ്ട ഒരു കാര്യം, എനിക്ക് കിട്ടിയ മെസ്സേജ്, ഒരു വശത്ത് ഗംഗയുടെ പ്യൂരിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, ഗംഗ പവിത്രമാണെന്ന് പറയുന്നു. വേറെ വശത്ത് കത്തിക്കുന്ന ശവം മുഴുവൻ തള്ളുന്നത് ഗംഗയിലാണ്. അതിനെ മോസ്റ്റ് ഇംപ്യൂർ ആക്കുന്നതും നമ്മളല്ലേ. ഇതിന്റെ എന്ത് പ്യൂരിറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്കൊരു ഇൻസൾട്ട് പോലെ തോന്നുന്നെങ്കിൽ, അതിനൊരു അപകർഷതാബോധം ഉണ്ടാവുന്നുവെങ്കിൽ, അത് മാറ്റിയെടുക്കണമെങ്കിൽ ഭഗവത്ഗീതയിലൂടെ വേണം നമ്മൾ നല്ല ചിന്തകളെ പാസ് ചെയ്യാൻ. മനസ്സിലാവുണ്ടല്ലോ? അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ സത്സംഗം. ആദ്യത്തെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഈ ഭഗവത്ഗീതയിലൂടെ ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ പുസ്തകം, പേപ്പർ, നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? വല്ല നോട്ട്ബുക്കോ പേനയോ ഒക്കെ ഉണ്ടോ? ഇല്ല, ഇല്ല, ആരും കൊണ്ടുവന്നിട്ടില്ല. വെരി ഗുഡ്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈശ്വരനാണല്ലോ മതത്തിന്റെ ഏറ്റവും പ്രധാനം. ഈശ്വരൻ എന്ന സങ്കല്പം എന്നാണ് മതം ഉണ്ടായത്. ഇപ്പൊ ക്രിസ്തു മതം എന്ന് പറയുന്നത് ഗോഡ് ഇൻ ദ ഹെവൻ, സ്വർഗസ്ഥനായ പിതാവ്. ആ ഒരു പിതാവിന്റെ സങ്കല്പത്തിൽ നിന്നാണ് റിലീജിയൻ. ഇസ്ലാം മതം വരുന്നത് അള്ളാഹ് എന്ന സങ്കല്പത്തിൽ.
നിങ്ങൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ച കേൾക്കുന്നുണ്ടല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ലാഹുവിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹിന്ദു മതത്തിൽ ഏത് ദൈവമാണ്? ഹിന്ദു മതത്തിന്റെ ദൈവം ഏതാണ്? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗാഡ് ഇൻ ഹിന്ദു റിലിജിയൻ? ഹിന്ദു മതത്തിൽ ദൈവം എന്ന് പറയുന്നത് ആരെയാണ്? ഹൂ ഈസ് ഗാഡ്? പറയൂ. ഗാഡ് എന്ന് ആരെയാണ് പറയുന്നത്? പറയൂ. ഹിന്ദു മതത്തിൽ ദൈവം എന്ന് പറയുന്നത് ആരെയാണ്? എന്താണ്? ഹൂ ഈസ് ഗാഡ് ഇൻ ഹിന്ദു റിലിജിയൻ? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗാഡ് ഇൻ ഹിന്ദു റിലിജിയൻ? Come on. നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ്. Come on. ഇതിനൊരു വ്യക്തമായ ഉത്തരം വേണ്ടേ നമുക്ക്? വേണ്ട. ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. ഇത് കുട്ടികൾക്കൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ ശ്ലോകങ്ങൾ. ഒന്നാമത്തത് ഞാൻ 3-4 ശ്ലോകങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒന്ന് 18-ാം അധ്യായത്തിൽ 61-ാമത് ശ്ലോകം. 18-ാമത് അധ്യായത്തിൽ എഴുതി വെക്കണേ. ഒരു പേപ്പറിൽ എഴുതി വെക്കും. പേപ്പറൊക്കെ കൊടുക്കും കുട്ടികൾക്ക്. ഇവർക്കൊക്കെ ഉണ്ടോ? എക്സ്ട്രാ പേപ്പർ ഉണ്ടോ കയ്യിൽ? ഉണ്ടോ ഇല്ലയോ? ഉള്ളവരൊക്കെ ഷെയർ ചെയ്യും. 18-ൽ 61 ഒരു ശ്ലോകം. 10-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം. 15-ൽ 14-ൽ 15-ഉം ശ്ലോകം. 15-ാം അധ്യായത്തിൽ 14-ൽ 15-ഉം ശ്ലോകം. 18-ൽ 61 ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും ഏറ്റു ചൊല്ലാൻ പറ്റുമോ? ഈശ്വര സർവഭൂതാനാം. ഇന്നത്തെ രാവിലെ കുഴക്കട്ട കഴിച്ചു, തൊണ്ട അടഞ്ഞിരിക്കുന്ന പോലെ. ഈശ്വര സർവഭൂതാനാം. പലരുടെയും മനസ്സ് ഇവിടെ ഇല്ല. നിങ്ങൾ എവിടെയോ, ഇന്ന് സൺഡേ അല്ലേ, വാഷിങ്ങിലോ എവിടെയോ ഇട്ടിരിക്കണം മനസ്സ്. എല്ലാവരും ഒന്ന് ഉഷാറായി പറയണേ. നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ ചൂടാക്കും എല്ലാവരും. നോക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോ? ഞാൻ 1 എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്യണം. 1 എന്ന് പറയുമ്പോൾ ക്ഷമയാണ് മലയാളികൾക്ക് ഇല്ലാത്തത്. പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറെടുത്ത് പോകും. പശുവാണോ കാളയാണോ ഇതൊന്നും കേൾക്കാൻ നിൽക്കില്ല. 1 പറഞ്ഞിട്ടില്ലേ സാർ? പറഞ്ഞതിന് ശേഷം കൈമുട്ടു. 1 എന്ന് പറയുമ്പോൾ കൈ അടിക്കണം. എപ്പോ? ഓക്കെ, കൈ ചൂടാക്കും. റെഡി? ഞാൻ 1 പറഞ്ഞിട്ടില്ല, റെഡി ആക്കാനാ പറഞ്ഞത്. 1 പറഞ്ഞതിന് ശേഷം മാത്രമേ കൈ അടിക്കാവൂ. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ മനസ്സിവിടെ ഇല്ല എന്നുള്ള തെളിവാണത്. റെഡി? ഓക്കെ, കൈ നല്ലോണം ചൂടാക്കും. റെഡി? നന്നായി. 1 ഒരുമിച്ച് മുട്ടു. 1 റെഡി? നന്നായി. കുറച്ച് മനസ്സ് എവിടെയോ പോകണം, അതെനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കമാ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹൃദ്ദേശേ, ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ. മനസ്സിലാക്കണേ, ഹിന്ദുയിസം ഈസ് ദ ഓൺലി റിലിജിയൻ. Hindu religion is the only religion teaches that the God resides within the human life or human being. The God lives in our heart. God lives in us. ഈശ്വരൻ നമ്മളിലാണ് വസിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു റിലീജിയൻ ആണ് ഹിന്ദു റിലീജിയൻ. ക്രിസ്ത്യൻ റിലീജിയൻ പഠിപ്പിക്കുന്നത് God lives in heaven.
ഇസ്ലാം റിലീജിയൻ പഠിപ്പിക്കുന്നത് ഗോഡ് ലീവ്സ് എവരിവെയർ എക്സെപ്റ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്. ദൈവം ഉള്ളിലില്ല. ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തലവെട്ടില്ലല്ലോ, ഇത്ര ക്രൂരത കാണിക്കില്ലായിരുന്നു. മനസ്സിലാക്കണ്ടോ നിങ്ങൾക്ക്? ഈശ്വരൻ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ ഇതാണ്, വേർ ഡസ് ഗോഡ് ലീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ് ലീവ്സ് ഇൻ വിത്തിൻ us. നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിന് ഇതിൽ തന്നെയുള്ള ചോദ്യമാണ്, ഏത് രൂപത്തിൽ, വിച്ച് ഫോം ഗോഡ് ലീവ്സ്, ഏത് രൂപത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്? അതിനാണ് 10-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകം. അവിടെ പറയുന്നത്, അഹം ആത്മാ ഗുഡാകേശ അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതം അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ, ഏത് രൂപത്തിൽ? ആത്മാവിന്റെ രൂപത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. ആത്മാ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയില്ല, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ആത്മാവിന്റെ രൂപത്തിലാണ് ഈശ്വരൻ നമ്മളിൽ വസിക്കുന്നത്. അഹം ആത്മാ സർവഭൂതാശയസ്ഥിത. സർവഭൂതം, എല്ലാ ഭൂതങ്ങളും, എല്ലാ രൂപങ്ങളും, അതിൽ ആത്മാവിന്റെ രൂപത്തിൽ ഈശ്വരൻ വസിക്കുന്നു. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായി. ഒന്ന്, എവിടെ ആരാണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. എവിടെയാണ് ഈശ്വരൻ? Where does God live? നമ്മളിലാണ്. ഏത് രൂപത്തിൽ? ആത്മാവിന്റെ രൂപത്തിൽ. ഇനി ആരാണ് ഈശ്വരൻ? എനിക്ക് തോന്നുന്നു ഗോഡിനെ ഡിഫൈൻ ചെയ്ത ഒരേ ഒരു റിലീജിയൻ ഹിന്ദു റിലീജിയൻ മാത്രമാണ്. മറ്റുള്ള റിലീജിയൻ ഗോഡിനെ ഡിഫൈൻ ചെയ്തത് എനിക്ക് തോന്നുന്നത് അൺസയന്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഗോഡ് ലീവ്സ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ ഹൂ നോസ് വെദർ ഗോഡ് ഈസ് ദേർ ഓർ നോട്ട്. ശരിയല്ലേ? ദൈവം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാൻ പറ്റും? അപ്പൊ ദൈവത്തിന് വളരെ വേഗ ഡെഫിനിഷൻ ആണ് കൊടുത്തത്. ഗോഡ് ലീവ്സ് ഇൻ ഹെവൻ ആൻഡ് ഗോഡ് ലീവ്സ് എവരിവെയർ. ഗോഡ് ഹാസ് നോ ഫോം, ഗോഡ് ലീവ്സ് എവരിവെയർ. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. അത്രയുള്ള അവരുടെ ആൻസേഴ്സ്. പക്ഷെ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ഹൂ ഈസ് ഗോഡ്, ആരാണ് ദൈവം? അതിനൊരു ഡെഫിനിഷൻ വേണ്ടേ ദൈവം എന്നുള്ളതിന്? സംസ്കൃതത്തിൽ ഗോഡ് എന്നുള്ളതിന്